ഷിബിലിയോട് ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ ഒരു അവിടെ ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ, നമ്മളാണ് ഏറ്റവും ആദ്യം പേര് വെളിപ്പെടുത്തിയത്, അദ്ദേഹത്തെയാണ് ഇതിൻ്റെ തലവനായി നിശ്ചയിച്ചിട്ടുള്ളത്. തലവൻ ഓക്കെയാണ്. പക്ഷേ ഇപ്പോഴും ഈ അന്വേഷണം നടത്താനായിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് കൃത്യമായി ചെയ്തിട്ടില്ല. പകരം ഈ പറയുന്ന സാക്ഷിയായിട്ടുള്ള ഒരാൾ ഇതിൽ ഒളിച്ചോടുമോ എന്നൊക്കെയുള്ള സംശയമാണ് ഇപ്പോഴും അവിടെ നിലനിന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ കാര്യം, ഇപ്പം ഇന്ത്യ ടുഡേ അടക്കം നമ്മുടെ പല നാഷണൽ മീഡിയകളും ഇത് ഏറ്റെടുക്കുകയും അവിടെ ചെന്ന് റിപ്പോർട്ടിംഗ് നടത്തുകയും കേരളത്തിലെ ചാനലുകൾ പ്രത്യേകിച്ചും ഏഷ്യാനെറ്റും അതുപോലെ തന്നെ ന്യൂസ് 18 ഒക്കെ അത് ഗംഭീരമായി അവിടെ ചെന്ന് തന്നെ റിപ്പോർട്ടർ ചാനലും ഒക്കെ തന്നെ അവരുടെ ഇൻ്റർവ്യൂകളൊക്കെ തന്നെ പുറത്തേക്ക് വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. കാരണം ഇവർക്ക് ഇവർ യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് ഒരു ജൈനമത വിശ്വാസികളാണ്. ഈ ദേവേന്ദ്ര ഹെഗ്ഡെ എന്ന് പറയുന്ന അവരുടെ ഫാമിലി ഒരു ജൈനമത വിശ്വാസികളാണ്. ഇത് 800 കൊല്ലം പഴക്കമുള്ള ഒരു പിൽഗ്രിമേജ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമടങ്ങുന്ന ഒരു കാര്യമാണ്. അവിടെ അത് ഈ ദേവേന്ദ്ര ഹെഗ്ഡെ എന്ന് പറയുന്ന ആൾ തന്നെ 19ാമത്തെ വയസ്സിൽ